ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യമോന് ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. നമുക്കതെന്താണെന്നൊന്നും അറിയില്ല. ഒരു ചെറിയ സൈക്കിൾ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കുറേ ആയി സൈക്കിൾ വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇക്ക സൈക്കിൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അവനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇക്ക വന്നിട്ട് സർപ്രൈസ് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ കാണാം കേട്ടോ. അങ്ങനെ ഇക്ക പുറത്ത് വന്നിട്ട് വിളിച്ചിട്ട് ഞാനും അവനും കൂടിയിട്ട് വാതിൽ തുറക്കാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ അവനോട് വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോൾ ഒന്ന് കളിക്കാൻ നിൽക്കുന്നു. അങ്ങനെ വാതിലൊക്കെ തുറന്ന് അവന് ഫസ്റ്റ് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. അവൻ ഇക്കാനെ ബൗന്നൊക്കെ ആക്കി പേടിപ്പിച്ച് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ പറഞ്ഞ് നോക്കുക ഒരു സാധനം ഇരിക്കണം നോക്ക്. നമ്മൾ പ്രതീക്ഷിച്ച ഒരു എക്സ്പ്രഷനോ ഒന്നും അവൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല കേട്ടോ. അവനക്ക് എന്തോ സങ്കടവും വിഷമവും ഒക്കെ കൂടി പറഞ്ഞിട്ട് കുട്ടി ഭയങ്കര അവ ഓപ്പൺ ആക്കൂല. ഞങ്ങളെന്താ പുതപ്പൊക്കെ കൊണ്ടുപോയി അതിൻ്റെ മേലൊക്കെ ഇട്ട് അവൻ ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇടുമെന്ന് വിചാരിച്ചു. കുട്ടി എന്താ പറയുക ഭയങ്കരമായിട്ട് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. അതിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തുറക്കില്ല എന്നിട്ട് നിൽക്കായിരുന്നു. എന്നിട്ട് ഞാനും അവനും കൂടി ഞാൻ എന്നെ വരണം അവനക്ക് തുറക്കാൻ. എന്നിട്ട് ഞാൻ പോയി നിന്ന് തുറന്ന് കഴിഞ്ഞിട്ടും സൈക്കിളും ഉണ്ടായിരുന്നു, ഒരു കസാരയും ഉണ്ടായിരുന്നു. പക്ഷേ അവനക്ക് അതൊന്നും കണ്ടിട്ട് യാതൊരു എക്സ്പ്രഷൻ, നമ്മൾ വിചാരിച്ച് തുള്ളിച്ചാടും അങ്ങനെ ആക്കും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ യാതൊരു എക്സ്പ്രഷനും ഇല്ലാതെ നിൽക്കരുന്നു. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പാവം തോന്നുന്നു. കാരണം ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഈ പട്ടാണികളെ മക്കളൊക്കെ സൈക്കിൾ ഓട്ടി പോകുമ്പോൾ എപ്പോഴും പറയും എനിക്ക് സൈക്കിൾ വാങ്ങിത്തായോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ നിൽക്കാനോട് പറഞ്ഞപ്പോൾ ഇക്ക വാങ്ങിച്ചു കൊടുന്നതാട്ടോ. അപ്പോൾ വായോടാന്ന് വെച്ചിട്ടൊന്നും മൂപ്പരാൾ വരണമൊന്നുമില്ല. മൂപ്പരാൾക്ക് നാണോ വിഷമോ ഒക്കെ കൂടിയിട്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയണില്ല. പിന്നെ വന്ന് സൈക്കിളൊക്കെ ഒന്ന് നോക്കി. പിന്നെ കുറച്ച് പവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇരുന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴുള്ള എക്സ്പ്രഷനാണത്. പിന്നെ അവൻ തന്നെ ഇരുന്ന് പിന്നെ റോട്ടിലൊക്കെ പോയി കുറേ നേരം ഓടിച്ച് പിന്നെ അതിമെല്ലാം അഭ്യാസമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരം വെളുക്കണായിട്ട് മുന്നേ എണിച്ചിട്ട് എന്തായാലും സൈക്കിളിന് ഓടിക്കണം എന്നറിയും. അതുപോലെ തന്നെ നേരത്തെ എണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിടിച്ച് കെടുത്തി ഉറക്കിയിട്ടാണ് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ന് രാവിലെ സൈക്കിൾ എടുത്ത് വെച്ച്. പിന്നെ രാത്രി 12:30-1 മണി ആയിട്ടുണ്ട് അതിമെന്ന് ഇങ്ങോട്ട് കയറാൻ. അങ്ങനെ അവൻ സൈക്കിളൊക്കെ ഓടിച്ച് പിന്നെ വരാൻ പറഞ്ഞിട്ട് തീരെ വരുന്നുണ്ടായിരുന്നില്ല. റോട്ടിൽ തന്നെ ഇരിക്കുന്നു. എന്നാൽ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. പിന്നെ സൈക്കിളൊക്കെ അവനക്ക് ഓൾറെഡി ഓടിക്കാനൊക്കെ അറിയാം. കാരണം വീട്ടിൽ അവൻ്റെ ബർത്ത്ഡേക്ക് ജീപ്പും സൈക്കിളൊക്കെ കിട്ടിയിട്ട് അതവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവനക്ക് സൈക്കിളൊക്കെ ചവിട്ടാനറിയാം. പിന്നെ സൈക്കിൾ മേലെ കുറേ നേരം